സൂചിയേ. അവർ സുഷമ നെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂചി എന്നാണ് അയാൾ സ്നേഹത്തോടെ വിളിക്കാറുള്ളത്. സൂചി പോലെ കൊള്ളുന്ന വാചകം അടിക്കാൻ കെൽപ്പുള്ളവൾ എന്നും അതിനർത്ഥമുണ്ട്. ഇതാലോചിച്ച് അയാൾ എന്നും ഉള്ളിൽ ചിരിക്കും. അയാൾ കിടപ്പിലാണ്. ഹീ ഈസ് എ ഹൗസ് ബൗണ്ട് പേഷ്യൻ്റ്. അയാളുടെ കട്ടിലിനടുത്തിരുന്ന് സൂചി നെയ്തുകൊണ്ടിരിക്കും. തലയെടുക്കാതെ, എന്നാൽ അയാളെ നല്ലപോലെ നിരീക്ഷിച്ചും പരിചരിച്ചും കൊണ്ട്. സൂചിയേ, എന്താ ഇന്നത്ര സ്നേഹം? നിനക്ക് നമ്മുടെ ആ ട്രെയിൻ യാത്ര ഓർമ്മയുണ്ടോടി? വലിയ അധികാരത്തിൽ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് നീ, എടി എന്നൊക്കെ വിളിച്ച ആ ദിവസത്തെ യാത്ര, അത് ഞാൻ മറന്നിട്ടേയില്ല. നമ്മൾ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറും. നിനക്കന്ന് കൊല്ലത്ത് ജോലി, എനിക്കവിടെ കച്ചവടം. ഓർമ്മയുണ്ട്. അംബാനിയെ പോലെ ഗമയിൽ തോളിലൊരു ബാഗും തൂക്കി. കൊള്ളാം. നിനക്കറിയായിരുന്നോടി, ഒരാഴ്ച കോട്ടയത്തൊന്ന് പോയി വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ബിസിനസ് ആവശ്യത്തിന്. പക്ഷെ ഞാൻ ഒരു 1.5 മാസം ആ വണ്ടി കയറി. നിന്നെ മാത്രം കാണാൻ. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നേ. നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മുട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ വിറയ്ക്കാതിരിക്കൂടി? നിനക്കാണെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ നല്ല ജോലി. എൻ്റെ അച്ഛൻ്റെ തടിക്കച്ചവടം ആകെ തകരാറിൽ. സൂചിയേ, നീ അടുത്തോട്ടൊന്നിരുന്നേ. ദേ ഇങ്ങനെ അടുത്ത് ഇരുന്നപ്പോഴാ ഞാൻ ചോദിച്ചത്. നീ കൊല്ലം സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം വരും. ആഴ്ചയിൽ ഒരു 3 വട്ടം ഞാൻ ട്രെയിൻ കയറും. വെറുതെയെങ്കിലും കൊല്ലം പട്ടണത്തിൽ പകൽ മുഴുവൻ ചുറ്റിക്കറങ്ങും. സിനിമകൾ കാണും. പീടികളിൽ കയറി ചുമ്മാ ചായ കുടിക്കും. കടലയും കുറിച്ച് വെയിലത്ത് പാർക്കിൽ പോയി ഇരിക്കും വൈകുന്നേരം ആകും വരെ. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ അല്ലേ? കള്ളൻ. അന്ന് എന്തൊരു അഭിനയമായിരുന്നു. യാദൃശ്ചികമായി കണ്ടുമുട്ടും പോലെ എന്നും. അന്നേ വട്ട് തന്നെ. ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് സൂചി, നമ്മൾ 2 പേരും ഒരു ട്രെയിൻ യാത്രയിലാണ്. നിനക്ക് മുന്നേ ഏതോ ഒരു സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഇന്നേ വരെ ചെന്നെത്തിപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്ത്, അപരിചിതമായ ഏതോ ഒരു സ്റ്റേഷനിൽ. അന്ന് ഒരാഴ്ച എനിക്ക് അവധിയുണ്ടായിരുന്നു. ഒരു 3 വട്ടം ഞാൻ ട്രെയിനിൽ കയറി കൊല്ലത്ത് പോയി. കൂട്ടുകാരിയുടെ കൂടെ ഇരുന്ന് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിക്കാനെന്ന് അമ്മയോട് കള്ളവും പറഞ്ഞു. നിങ്ങളെ കാണാൻ. ആ 3 വട്ടവും നിങ്ങൾ ട്രെയിനിലുണ്ടായിരുന്നു. കള്ളി, എന്നിട്ടാണ് ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ കിടന്ന് ഉരുണ്ട് കളിച്ചത്. സുരേഷ്, ആ യാത്രകളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ. സിനിമകളിലെ നായികയെപ്പോലെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. മഞ്ഞ പൂക്കൾക്കിടയിൽ ആടിയും പാടിയും നമ്മൾ. ആ ട്രെയിനിൽ നമ്മൾ 2 പേരും മാത്രം. സുരേഷ്, അയാൾ വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ ട്രെയിൻ യാത്രയിൽ എവിടെയോ വെച്ച് അയാൾ അവരോട് പറയാതെ ഏതോ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയിരുന്നു.
ഓർക്കാപ്പുറത്ത് കാലം ചെങ്ങല വലിച്ചു പിടിച്ചു നിർത്തുന്ന തീവണ്ടി യാത്ര. അപരിചിതർ മാത്രമുള്ള പേരില്ലാത്ത ആ സ്റ്റേഷനിൽ പ്രണയപുഷ്പങ്ങളുമായി അയാൾ കാത്തു നിൽക്കും, അവരുടെ വരവും കാത്ത്. തീവണ്ടികൾ പിന്നെയും പിന്നെയും അതുവഴി കടന്നു വരും. അവരിരുവരും അതിൽ കയറും. നിദ്രയില്ലാത്ത, ഒരിക്കലും വേർപിരിയേണ്ടാത്ത ആ ലോകത്തെ കാഴ്ചകൾ കാണാൻ.